എത്ര നാള് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിലല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. അതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഫാദറിൻ്റെത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഫാദറിനെ പറ്റി, നിങ്ങളുടെ അപ്പനെ പറ്റി ഈ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റായിട്ട് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഇടാം. അത് നമുക്കും ഒരറിവാവും. നമ്മുടെ ഫാദറിനെ പറ്റി ഓർക്കുന്ന അഭിമാന നിമിഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക തന്നെ വേണം. നമുക്ക് പോസിറ്റീവ് ചിന്തകളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഓർത്തത് എൻ്റെ ഫാദറിന്റെ ഈ ഗുണങ്ങളാണ്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് 20 വർഷത്തിൽ കൂടുതലാണ്. 2 തരത്തിലുള്ള എക്സസൈസുകളുണ്ട്, എയ്റോബിക്കും ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. നീന്തൽ എന്ന് പറയുന്നത് സൈക്ലിങ്, നടത്തം, ഓട്ടം, ഇതൊക്കെ എയ്റോബിക്. യോഗ, ഇതൊക്കെ എയ്റോബിക് എക്സസൈസുകൾ. അപ്പൊ നമ്മൾ ഓരോ ചെറുപ്പക്കാരും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൊഴിലില്ലായ്മ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. ഇതിന്റെ പേര് KJ ജോസഫ് എന്നാണ്. നാട്ടില് ബേബി എന്ന് അറിയപ്പെടും. അദ്ദേഹത്തിന്റെ ഈ 5 ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ എങ്ങനെ സഹായിക്കുമെന്നൊന്ന് കണക്ട് ചെയ്ത് ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. രാത്രി കിടക്കുന്ന സമയം മുതൽ പറയാം, അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാകും. അദ്ദേഹം 10 മണിക്ക് കിടക്കും. ഇപ്പൊ നല്ല സിനിമയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിർബന്ധിച്ച് വഴക്കിട്ട് കരയും. 10 മണിക്ക് ശേഷം ആ സിനിമ തീർന്നിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. പക്ഷെ ഇദ്ദേഹം കൃത്യം ഒരു 9:45 ആകുമ്പോൾ എത്ര നല്ല സിനിമയായിട്ട്, എത്ര ആസ്വദിക്കുന്ന സിനിമയായിട്ട് അവിടെ എഴുന്നേറ്റ് പോകും. കൃത്യം 10 മണിക്ക് കിടക്കും. അത്ര ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ മുതൽ അസുഖമാണ്. ഒരു 35 വയസ്സൊക്കെ ഉള്ളവർ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ അറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ അറിയാം. ഈ രാത്രി ഇതുപോലെയുള്ള ഒന്നുകിൽ ഫോണായിരിക്കാം, അല്ലെങ്കിൽ TV ആയിരിക്കാം, കണ്ടു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ വളരെയധികം വൈകും. നമുക്ക് വളരെ ആഗ്രഹമുണ്ട് നമുക്ക് കിടക്കണം, പക്ഷെ നമ്മൾ അത് സാധിക്കാറ്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ആണ് അടുത്ത പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പൊക്കെ വരെ രാവിലെ കുളിക്കാൻ വരും. പുഴയിൽ ആൾക്കാർ കുളിക്കാൻ വരും, എന്നിട്ട് ഒന്ന് നീന്തും. 2 തരത്തിലുള്ള എക്സസൈസുകളുണ്ട്, എയ്റോബിക്കും ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. നീന്തൽ എന്ന് പറയുന്നത് സൈക്ലിങ്, നടത്തം, ഓട്ടം, ഇതൊക്കെ എയ്റോബിക്. യോഗ, ഇതൊക്കെ എയ്റോബിക് എക്സസൈസുകളാണെങ്കിൽ ജിമ്മിൽ പോകുന്നതും മറ്റ് പുഷപ്സ് എടുക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനേറോബിക് എക്സസൈസുകളാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇതുപോലെയുള്ള അനേറോബിക് എക്സസൈസുകൾ നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ആണ് ചെയ്യുന്നതെങ്കിൽ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആ എനർജി, ഒരു എനർജിയെ ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ത്രൂ ഔട്ട് ആ എനർജി പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. കിടക്കയിൽ കിടന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വയം ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് കിടക്കയിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കും. രാവിലെ കാരണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ബെഡിൽ നിന്ന് പൊങ്ങത്തില്ല. ഇൻ കേസ് നമ്മൾ പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഉറങ്ങും. അപ്പൊ നമ്മളെ ഒന്ന് സ്വയമായിട്ട് എനർജറ്റിക് ആക്കാനായിട്ട് പ്രാതസ്മരണീയ, അതായത് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിൽ ഓർക്കാം. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. ഉദാഹരണം മഹാത്മാഗാന്ധി, ജീസസ് ക്രൈസ്റ്റ്, സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ഞാൻ ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഓർത്തത് എൻ്റെ ഫാദറിന്റെ ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ഓർത്തപ്പോൾ ഇന്നൊരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ആൾക്കാർ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തരും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇതുപോലെയുള്ള മഹാന്മാരായ ആൾക്കാരുടെ ആ ഒരു എനർജി, അവരുടെ ആ ഒരു കഠിനാധ്വാനത്തെ, അവര് ലോകത്തിന് വേണ്ടി കൊടുത്ത ആ സേവനത്തെ, അവര് കൊടുത്ത ആ സമയത്തെ, അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കുറച്ചാണ് ഈ ചെറിയ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായി. അവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ, അവര് തരുന്ന ഒരു ആത്മവിശ്വാസം സ്വയം ഏറ്റെടുത്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു. പിന്നെ അദ്ദേഹം ചെയ്തത് എക്സസൈസ് ആണ്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ 2 തരത്തിലുള്ള എക്സസൈസിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ. പിന്നെ അദ്ദേഹം ചെയ്തത് ഒരു സ്പിരിച്വാലിറ്റി. അദ്ദേഹം പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോകാം, അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോകാം. അല്ലാതെ അതിനൊന്നും സമയം കിട്ടാതെയുള്ള ഒരു തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ആർട്ട് ഓഫ് ലിവിങ് ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഒരു കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ യോഗ, മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഒരു എക്സസൈസ്
എക്സസൈസിന്റെ ഒരു കോമ്പിനേഷനോടുകൂടി ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒന്ന് ജോലി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഇതൊരാഴ്ചയിൽ ക്രിസ്തുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചിട്ട് 7-ാം ദിവസം എനിക്കായിട്ട് മാറ്റിവെക്കൂ എന്നാണ്. 6 ദിവസം അധ്വാനിക്കും. രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാത്രി വൈകി ഒരു 7 മണി 8 മണി വരെ അദ്ദേഹം അധ്വാനിക്കും. ഈ 7-ാമത്തെ ദിവസം അദ്ദേഹം എങ്ങനെ ചെലവാക്കിയിരുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സ്ട്രെസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫാമിലിക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്നു. അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം സമൂഹത്തെ സേവിക്കാനായിട്ട് ഉപയോഗിച്ചു. പള്ളിയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, കൈക്കാരൻ, അങ്ങനെ തുടങ്ങിയ സേവനങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ ഇടവക സമൂഹത്തിലെ ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം കമ്മിറ്റിയിലൊക്കെ അവതരിപ്പിച്ച് അവരുടെയൊക്കെ വീടുകളൊക്കെ സന്ദർശിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം, ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകാനൊക്കെ ഈ സാമൂഹ്യ സേവനത്തിനൊപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗം നമ്മളെല്ലാവരെയും കൊണ്ട് പുറത്തു പോകാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു പോസിറ്റീവ് ക്വാളിറ്റി അദ്ദേഹത്തിൽ ഞാൻ കണ്ടത്, എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹം കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം നിത്യജീവിതത്തിൽ നമ്മളോട് പലരും ഇടപെടും. നമ്മൾ പലരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. അവരുടെ വിഷമങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളെക്കുറിച്ച് പലരും നെഗറ്റീവ് പറയും. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മളിത് കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഇതിനകത്തൊക്കെ ഒരു പോസിറ്റീവ് എനർജി, അവൻ്റെ കൂടെ അവനോട് ഇച്ചിരി സംസാരിച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നൊരു കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഹാപ്പി ആയിരുന്നാൽ മതി, മറ്റുള്ളവർക്ക് നമുക്ക് ഈ പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തവണ പരിചയപ്പെട്ടവരാരും പിന്നെ മറക്കില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പിന്നത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു കുടുംബനാഥൻ. എൻ്റെ ജീവിതത്തിലെ സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സൂപ്പർ ഹീറോ തീർച്ചയായിട്ടും എൻ്റെ പപ്പ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് എൻ്റെ മക്കള് എനിക്ക് അവരുടേതായിട്ടുള്ള കൈപ്പടയിൽ ഒരു കാർഡൊക്കെ ഉണ്ടാക്കി എഴുതി ഒക്കെ തന്നു. എന്തോ ഒരു ഭയങ്കര ഒരു സ്നേഹം കാണിച്ചു. ജീവിതത്തിൽ ഒരു 10,000 തീരുമാനങ്ങളെങ്കിലും ഇദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ആക്കുവാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 10,000വും ചീറ്റിപ്പോയി. ഈയിടെയായിട്ട് ഞാൻ കുറച്ചുകൂടെ അദ്ദേഹം എഴുന്നേൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ക്വാളിറ്റി, ഈ ശീലങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി എന്ന് പറയാം. ഒരുപക്ഷെ അതിനുള്ള അംഗീകാരമായിരിക്കും ഈ ഫാദേഴ്സ് ഡേയിൽ എനിക്ക് ഒരു സ്പെഷ്യൽ പ്രസന്റ് തന്നെ. അവരുടെ ആ ഒരു സ്നേഹം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്കൊരു ഊർജവും കൂടിയായി. പേരൻസ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ എത്ര സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ജോലിയിൽ തിരക്കുണ്ടാവും, നമ്മുടെ മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ അവർക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂറെ കൊടുക്കാൻ സാധിക്കുന്നുള്ളായിരിക്കും. പക്ഷെ അതൊരു ക്വാളിറ്റി ടൈമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരുടെ കൂടെ അല്പനേരം കളിക്കുകയോ അവരുടെ കൂടെ അല്പനേരം ചെലവഴിക്കുന്ന ആ സമയം, അത് പൂർണ്ണമായും നമ്മുടെ ഫോണും ഒക്കെ മാറ്റി വെച്ചിട്ട് പൂർണ്ണമായും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. എൻ്റെ ഫാദറിന് അത് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇത്രമാത്രം തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ചില ദാരിദ്ര്യ അനുഭവങ്ങൾ കൂടി ഈ ഒരു ദിനത്തിൽ എനിക്ക് പങ്കുവെക്കാതെ നിവർത്തിയില്ല. അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. എങ്കിലും ഒരു അമ്മയുടെ ചേട്ടത്തി അദ്ദേഹത്തെ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വളർത്താനായിട്ട്. ആ അമ്മയ്ക്കും കുറേ മക്കളുണ്ട്. എങ്കിലും ഇദ്ദേഹത്തെ ആ സ്നേഹം കൊടുത്തു. ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആ അമ്മച്ചി കച്ചവടത്തിനൊക്കെ പോയി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അദ്ദേഹം ഒരു സ്ഥലം പറയും, അവിടെ കാത്തു നിൽക്കും. അപ്പോൾ ഈ പച്ച, അന്ന് ചട്ടയും മുണ്ടും ഒക്കെയാണല്ലോ കൊടുക്കുന്നത്, ഈ അരയത്ത് മുട്ട കാണും. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു അസൂയ തോന്നും. ഇദ്ദേഹം സ്വന്തം മകനല്ലല്ലോ, കൊടുക്കാനൊട്ട് ഇല്ലതാനും. അപ്പോൾ ആ വഴിയിൽ വെച്ച് തന്നെ ദിവസവും ഒരു പച്ച മുട്ട കൊടുത്തു അന്നേരം തന്നെ പൊട്ടിച്ച് വായിലൊഴിച്ച് കൊടുക്കുന്ന ആ ഒരു ദാരിദ്ര്യത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അധികം പഠിക്കാനൊന്നും സാധിക്കാതെ
ചെയ്യാവുന്ന ജോലികൾ ഒക്കെ ചെയ്ത് ഒരു കല്യാണം കഴിച്ച് ഞങ്ങളെ വളർത്തി വളരെ ഒരു ഈ എല്ലാ രീതിയിലും ഒരു ക്വാളിറ്റി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ 47ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു. ഈ ചെറുപ്പ സമയത്ത് മരണപ്പെട്ടു. അതാണ് ഞാൻ ആദ്യമേ ക്രിസ്തുവിനോടും സ്വാമി വിവേകാനന്ദനും ഇവരൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ട ആൾക്കാരാണ്, അവരോടൊക്കെ ഉപമിക്കാൻ കാരണം ഇതാണ്. അടുത്ത കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ്നെസ് ആണ്. സ്വാഭാവികമാണ്, നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയും, കേൾക്കും. പക്ഷേ ഫൈനലി നമ്മൾ സ്വയമായിട്ടും ഒരു പോസിറ്റീവ് നമുക്ക് തന്നെ കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ പറഞ്ഞ 5 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ ക്വാളിറ്റി, കൃത്യസമയത്ത് കിടക്കാൻ സാധിക്കുക, രാവിലെ അല്പം മുമ്പ് എഴുന്നേക്കാൻ സാധിക്കുക, ദൈവം തന്ന ഈ മനോഹരമായ ശരീരത്തിന് അല്പം എക്സസൈസും ആ മനസ്സിന് അല്പം സന്തോഷവും ഒക്കെ കൊടുക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കാണ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. വർക്ക് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ജോലിയില്ല, തൊഴിലില്ല, എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയാറുണ്ട്. ഞാൻ ശരിക്കും വളരെ നിരാശനായി ചില പ്രശ്നങ്ങളിൽ പെട്ടിരുന്ന സമയത്ത്, ചെറുപ്പത്തിൽ ഒരു 10 വർഷം മുമ്പ്, ഒരു 30ാമത്തെ വയസ്സിൽ യൂത്ത് എംപവർമെന്റ് സെമിനാർ എന്നുള്ള ഒരു പ്രോഗ്രാം ഞാൻ ആ പ്രോഗ്രാം ചെയ്തത് വഴി എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഞാനത് എൻ്റെ നാട്ടിൽ സംഘടിപ്പിച്ചു. ഒരു 100ഓളം എഞ്ചിനീയറിംഗ് തോറ്റ വിദ്യാർത്ഥികളെ, ജോലിയില്ലാതെ നിൽക്കുന്നവരൊക്കെ വന്ന് ചെയ്തു. അപ്പൊ അതിൽ 5 പേരുടെ ഒരു ടീമായിട്ട് ഓരോരുത്തരെയും വേർതിരിച്ചതിന് ശേഷം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 10 രൂപ, അപ്പൊ ഒരു ടീമിന്റെ കയ്യിൽ 50 രൂപ മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ ഈ പൈസ നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് ഈ പൈസ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരുന്നു. ഒരു ടീം പൈനാപ്പിൾ മേടിച്ചു ഈ 50 രൂപയ്ക്ക്. എന്നിട്ട് അത് അവര് സ്ലൈസ് ആക്കി. ഇപ്പൊ ഒരാളുടെ വീട് അടുത്ത് തന്നെയായിരുന്നു. കുറച്ച് മസാലയൊക്കെ അതിനകത്തിട്ട് സ്ലൈസ് ആക്കി, ജസ്റ്റ് പേപ്പർ, നമ്മുടെ ന്യൂസ് പേപ്പർ ഒക്കെ കയറി അവര് ആ പൈസ, ആ 50 രൂപ അവരൊരു 100 രൂപയാക്കിയിട്ട് അവര് തിരിച്ചു കൊണ്ടുവന്നു. അടുത്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തോന്നിയില്ല. അവരൊരു വീട്ടിൽ ചെന്ന് അവരുടെ കാറ് കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരാള് പറമ്പ് കുറച്ച് വൃത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഒരു 200 രൂപയുമായിട്ട് വന്നു. ഒരാൾക്ക്, അദ്ദേഹം ഭയങ്കര ഒരു പ്രൊഫഷണലി കുറച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആൾക്ക്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽ പോലും ഉള്ള ആളാണ്. പക്ഷെ ആൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ വന്നത്. ഈ സമ്പത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഈഗോ, പ്രത്യേകിച്ച് ചെറിയ ജോലികളൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനത്തെ 1 മണിക്കൂർ വരെ അദ്ദേഹത്തിന്റെ ഈഗോ ആയിട്ട് നിന്നു. ആ ലാസ്റ്റ് അവറിൽ അദ്ദേഹത്തിന്റെ ഈഗോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു വീട്ടിൽ പോയിട്ട് എന്തോ ഹെൽപ്പ് ചെയ്തു കൊടുത്തു. ഞങ്ങളുടെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ജോലി, എന്തോ വിറക് കീറുകയോ അങ്ങനെ എന്തോ ഒരു ജോലി ചെയ്തപ്പോഴത്തേക്ക് അപ്പൊ അദ്ദേഹം വിയർക്കുകയാണ്. വിയർപ്പിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈഗോ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ ചെറുപ്പക്കാരും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൊഴിലില്ലായ്മ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. ഈ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ സമ്പാദ്യം മാത്രമല്ല ഉണ്ടാവുന്നത്, അത് എന്ത് ജോലിയാണെങ്കിലും നമ്മളുടെ പോസിറ്റീവ് എനർജി കൂട്ടുക കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമുക്ക് തരുന്നത്. അതുകൊണ്ട് വൈറ്റ് കോളർ ജോബ് മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ എന്ത് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഈ വൈറ്റ് കോളർ ജോബ് നമ്മൾ ഇഷ്ടപ്പെട്ട ജോബും ഒക്കെ നമ്മളെ തേടി വരും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഈ വാചകം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.